പ്രൈസ് ലോർഡ്. നിങ്ങളെ എല്ലാവരെയും ബ്ലെസ്സഡ് മോർണിംഗിലേക്ക് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നിർത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2025 ഡിസംബർ മാസം 4-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ഹൈലി ഫേവേർഡ്. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് നമുക്ക് ഒരുമിച്ച് കടന്നു വരാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 28-ാമത്തെ വാക്യം. ദൂതൻ അവളുടെ അടുക്കൽ അകത്ത് ചെന്ന്, കൃപ ലഭിച്ചവളെ, നിനക്ക് വന്ദനം, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. ഈ പ്രഭാതത്തിൽ ദൈവം എന്നോട് ഈ മാസത്തിൽ വെളിപ്പെടുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞതിൽ ഞാൻ നിങ്ങളുമായിട്ട് ഒരാശയത്തെ കൈമാറുകയാണ്. ഹൈലി ഫേവേർഡ്. ഈ വാക്യത്തിനകത്ത് നാം ഇംഗ്ലീഷിൽ ചെക്ക് ചെയ്യുമ്പോൾ ദൂതൻ മറിയോട് പറയുകയാണ്, നീ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടവളാണ്. എന്നെ കേൾക്കുന്നവരെ, ഹൈലി ഫേവേർഡിൻ്റെ മലയാളം മീനിങ് ഞാൻ കണ്ടതിങ്ങനെയാണ്: വളരെ പ്രിയങ്കരൻ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ എൻ്റെ ദൈവം അളവില്ലാതെ ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ആരെ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. സാധാരണ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു സഹോദരിയായിട്ട് അല്ലെങ്കിൽ ഒരു കന്യകയായിട്ടാണ് മറിയ അവിടെ കാണുന്നത്. എന്നാൽ അവളുടെ മേളിലേക്ക് ഹൈലി ഫേവർ ഇറങ്ങി വരികയാണ്. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ഈ പ്രഭാതത്തിൽ നിങ്ങളെ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് ദൈവികമായ ഇടപെടലുകൾ സംഭവിക്കാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ ദൂതന്മാരുടെ ഇടപെടലുകൾ സംഭവിക്കാൻ പോവുകയാണ്. കാരണം നിങ്ങൾ ഈ വചന സന്ദേശം കേൾക്കുമ്പോൾ തിരിച്ചറിയുക, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് പദ്ധതിയുണ്ട്, നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് വലിയ ഉദ്ദേശമുണ്ട്. ആ ഉദ്ദേശത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക്, ആ ഉദ്ദേശത്തിലേക്കുള്ള നടത്തിപ്പിനായി ഇതാ ദൂതൻ നിന്നോട് വിളിച്ചു പറയുന്നു, നീ ദൈവത്തിന് വളരെ പ്രിയപ്പെട്ടതാണ്. ഒന്ന് വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഇതാ മറിയോട് പറയാണ്, കർത്താവ് നിന്നോട് കൂടെയുണ്ട് എന്ന് പറഞ്ഞു. എന്നെ കേൾക്കുന്നവരെ, ദൈവം കൂടെ ഉണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തരായിരിക്കും. ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുമ്പോൾ നിങ്ങൾ തിരിച്ചറിയുക, എൻ്റെ ജീവിതത്തിനകത്ത് ഇങ്ങനെ പോകത്തോളെന്ന് പലരും എന്നെക്കുറിച്ച് വിധി എഴുതിയിട്ടുണ്ടാകാം. എൻ്റെ കുടുംബക്കാർ, എൻ്റെ പട്ടണക്കാർ, എന്നെ അറിയുന്നവരെല്ലാം എന്നെ നോക്കിയിട്ട്, എൻ്റെ കുടുംബ പശ്ചാത്തലം നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞിട്ടുണ്ടാകാം, ഇവൻ ഇങ്ങനെയൊക്കെ ആയിത്തീരത്തോളൂ, ഇവളിങ്ങനെ ആയിത്തീരത്തോളെന്ന് പറയുമ്പോൾ നിങ്ങൾ തീരുമാനത്തോടെ ദൈവത്തിൻ്റെ കൂടെ നടക്കുന്നവരാണെങ്കിൽ ഈ പ്രഭാതം, ഈ മാസം ഞാൻ ആരെയോ നോക്കി വിളിച്ചു പറയുന്നു, നിങ്ങളുടെ മേളിൽ ഹൈലി ഫേവർ ഇറങ്ങി വരാൻ പോവുകയാണ്. നിങ്ങളുടെ മേളിൽ ഒരു അസാധാരണമായ ദൈവപ്രവൃത്തി ചലിക്കാൻ പോവുകയാണ്. ഇവിടെ 46-ാമത്തെ വാക്യം മുതൽ ഫേവർ ലഭിച്ച, ദൈവത്തിൻ്റെ വലിയ ഉയർച്ച ലഭിച്ചവൾ, അവളെക്കുറിച്ച് പറയുന്ന ചില വാക്യങ്ങൾ നമ്മളൊന്ന് വേഗത്തിൽ വായിക്കാൻ പോവുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 46, 47, 48 വാക്യങ്ങൾ. അപ്പോൾ മറിയ പറഞ്ഞത്, എൻ്റെ ഉള്ളം കർത്താവിനെ മഹിമപ്പെടുത്തുന്നു, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുന്നു. 48-ാമത്തെ വാക്യം. അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയിൽ കടാശിച്ചിരിക്കുന്നല്ലോ, ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് വാഴ്ത്തും. നിങ്ങൾ ശ്രദ്ധിച്ച 46-ാമത്തെ വാക്യത്തിൽ ഇതാ മറിയ പറയുകയാണ്,
എൻ്റെ ഉള്ളം എൻ്റെ കർത്താവിനെ മഹിമപ്പെടുത്തുകയാണ്. 47-ാമത്തെ വാക്യം, എൻ്റെ ആത്മാവ് എൻ്റെ രക്ഷിതാവായ ദൈവത്തിൽ ഉല്ലസിക്കുകയാണ്. അവൻ തൻ്റെ ദാസിയുടെ താഴ്ചയിൽ കടാക്ഷിച്ചിരിക്കുന്നല്ലോ. ഇന്നു മുതൽ എല്ലാ തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പറഞ്ഞുകൊണ്ട് വാഴ്ത്തും. നിങ്ങൾ വിശ്വസിച്ച് ദൈവത്തിൻ്റെ വലിയ പ്രീതി വെളിപ്പെടുമ്പോൾ, ദൈവത്തിൻ്റെ വലിയ കരം വെളിപ്പെടുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി മാറും. ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിൻ്റെ അസാധാരണമായൊരു ഫേവർ ഇപ്പോൾ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ചിലവരുടെ മേളിൽ വെളിപ്പെടാൻ പോവുകയാണ്. നിങ്ങൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് ദൈവത്തിന് വിഷയമല്ല. ഈ സമയത്തൊന്ന് സമർപ്പിക്കാൻ പറ്റുമെങ്കിൽ ഈ മാസം അർഹതയില്ലാത്തിടത്തേക്ക് ദൈവം നിന്നെ കൊണ്ടുപോകാൻ പോവുകയാണ്. ഈ ഉയർച്ചയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ചിലരോട് ഞാൻ വ്യക്തമായി വിളിച്ചു പറയുന്നു, ദൈവത്തോട് ചേർന്ന് നടക്കാൻ തയ്യാറാകുക. രഹസ്യത്തിലും പരസ്യത്തിലും ദൈവത്തെ ആരാധിക്കാൻ തയ്യാറാകുക. ദാവീദിന്റെ അപ്പനായ ഇശായിക്ക് 8 മക്കളാണുള്ളത്. 7 പേരെയും ഇശായി ഒരേപോലെ ശമൂവേൽ പ്രവാചകന്റെ മുമ്പിൽ നിർത്തി. അവരാണ് തിരഞ്ഞെടുക്കപ്പെട്ടതെന്ന് ഇശായി ചിന്തിച്ചു. 1 ശമൂവേൽ 16-ാം അധ്യായം അതിന്റെ 10-ാമത്തെ വാക്യം. അങ്ങനെ ഇശായി 7 പുത്രന്മാരെ ശമൂവേലിന്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ ഇശായിയോട്, യഹോവ ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ദൈവത്തോടടുത്ത് നിൽക്കുന്ന, രഹസ്യത്തിലും പരസ്യത്തിലും. ദാവീദിന്റെ അപ്പൻ തൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ തൻ്റെ ആടുകളെ മേയ്ക്കാൻ ദാവീദിനെ കൊടുങ്കാട്ടിലേക്ക് അയച്ചെങ്കിലും ദാവീദ് രഹസ്യത്തിലും പരസ്യത്തിലും തൻ്റെ ദൈവത്തെ ആ കാട്ടിൽ ആരാധിച്ചു. ഞാൻ ആത്മാവിൽ വിശ്വസിക്കുകയാണ്, ഈ ഹൈലി ഫേവേർഡ് വെളിപ്പെടുന്ന ചിലവരുടെ പ്രത്യേകത, അവർ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരാണ്. അവർ ദൈവസന്നിധിയിൽ താഴുന്നവരാണ്. അവർ ദൈവത്തെ വിട്ടുമാറാതെ മുമ്പോട്ട് ജീവിക്കുന്നവരാണ്. അങ്ങനെ വിശ്വസിക്കുന്ന പഴയ നിയമത്തിലെ ചില യോസേഫുമാരുണ്ടെങ്കിൽ, നീ പൊട്ടക്കിണറ്റിൽ വീണാലും, നീ അടിമച്ചന്തയിൽ നിന്നാലും, നീ പൊത്തീഫറിന്റെ വീട്ടിൽ ചെന്നാലും, നീ കാരാഗ്രഹത്തിൽ വീണാലും, നീ നിന്റെ ദൈവത്തെ വിട്ടുമാറി ഒന്നും ചെയ്യത്തില്ല. കാരണം നിനക്കറിയാം, തക്ക സമയത്ത് ഉയർത്തുന്ന ഒരു ദൈവമുണ്ട്. ഇതാ ഫറവോൻ ആളയച്ച് കാരാഗ്രഹത്തിൽ യോസഫിനെ കയറ്റുകയും അവൻ്റെ വസ്ത്രം മാറ്റി അവനെ പുത്തൻ വസ്ത്രം അണിയിച്ചുകൊണ്ട് ഇതാ കൊട്ടാരത്തിലേക്ക് അവനെ കൊണ്ടു ചെല്ലുകയാണ്. രാജാവിൻ്റെ മുമ്പിലേക്ക് അവൻ ചെല്ലുകയാണ്. അർഹതയില്ലാത്തിടത്തേക്ക് ദൈവത്തോട് ചേർന്ന് നടക്കുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഹൈലി ഫേവർ കാണാൻ പോവുകയാണ്. അസാധാരണമായ ഉയർച്ച കാണാൻ പോവുകയാണ്. ലോകം കാണാത്തത് എന്തോ ഒന്ന് ഇന്ന് എന്നെ കാണുന്ന ചിലവരുടെ മേളിൽ വെളിപ്പെടാൻ പോവുകയാണ്. ഇശായി കാണാത്തത് ഇതാ ദാവീദിന്റെ മേളിൽ പകർന്നതുപോലെ ഈ പ്രഭാതത്തിൽ വിശ്വസിക്കുന്ന ചിലവരുടെ മേളിലേക്ക് അർഹതയില്ലാത്തത് ദൈവം പകരാൻ പോവുകയാണ്. നിങ്ങളത് വിശ്വസിക്കുന്നവരാണെങ്കിൽ എൻ്റെ കൂടെ ഈ സമയത്ത് പ്രാർത്ഥിക്കാൻ തയ്യാറാകണം. പ്രാർത്ഥിക്കുമ്പോൾ ചിലരോട് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഈ ഫേവർ, അർഹതയില്ലാത്തത് ദൈവത്തിൽ നിന്നാണ് വരുന്നത്. ദൈവമാണ് നമ്മുടെ മേലിൽ ഇത് പകരുന്നത്. ഈ പ്രഭാതത്തിൽ, ഈ മാസത്തിൽ ഒന്ന് വ്യക്തമായി പ്രാർത്ഥിക്കുന്നതിനുണ്ടെങ്കിൽ, ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തി പ്രാർത്ഥിക്കുന്നതിനുണ്ടെങ്കിൽ, യാക്കോബിന്റെ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം കൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. എന്നാൽ അവൻ അധികം കൃപ നൽകുന്നു, അതുകൊണ്ട് ദൈവം നിഗളികളോട് എതിർക്കുകയും താഴ്മയുള്ളവർക്ക് കൃപ നൽകുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ഈ വചനത്തിന്റെ ആഴത്തിൽ താഴുന്നവന് അധിക കൃപ നൽകാൻ പോവുകയാണ്. നമ്മുടെ ജീവിതത്തെ ഒന്ന് സമർപ്പിക്കാൻ പ്രിയരെ, ഈ പ്രഭാതത്തിൽ അസാധാരണമായ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരുങ്ങണം. ദൈവസന്നിധിയിൽ നമുക്ക് നമ്മളെ തന്നെ ഒന്ന് താഴ്ത്താം. താഴുന്നവൻ്റെ മേളിൽ അർഹതയില്ലാത്തത് എന്തോന്ന് പകരാൻ പോവുകയാണ്. ഇതാ നിന്നെ കാണുന്ന മാസമാണിത്. ദൈവം നിന്നെ കരം പിടിച്ച് ഉയർത്തുന്ന മാസമാണ്. നീ ഹൈലി ഫേവർ കാണാൻ പോവുകയാണ്. നീ ആയിരിക്കുന്ന സ്ഥലത്ത്, നീ ജോലി ചെയ്യുന്നിടത്ത്, നീ ചെല്ലുന്നിടത്തെല്ലാം ദൈവത്തിൻ്റെ അസാധാരണമായ പ്രീതി, ദൈവത്തിൻ്റെ അസാധാരണമായ ഫേവർ നീ കാണാൻ പോവുകയാണ്. കർത്താവെ, എന്നെ കാണുന്നവർ ഈ പ്രഭാതത്തിൽ മാനിക്കപ്പെടണം. എൻ്റെ കൂടെ പ്രാർത്ഥിക്കുന്നവർ ഇന്നു മുതൽ അടുത്ത തലങ്ങളിലേക്ക് പോകണം. നമുക്കൊന്ന് കണ്ണുകൾ അടയ്ക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ പ്രാർത്ഥിക്കുന്നു. അസാധാരണമായൊരു ഫേവർ ഇവരുടെ മേളിൽ വെളിപ്പെടട്ടെ. ദൈവത്തിൻ്റെ കരം ചലിക്കട്ടെ. പരിശുദ്ധാത്മാവെ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. എൻ്റെ ദൈവം ഉയർത്തുന്ന ദൈവമാണ്. കർത്താവെ, ഇന്നിവരുടെ മേളിൽ ഹൈലി ആയിട്ടുള്ള ഫേവറുകൾ തുറക്കട്ടെ. ദൈവത്തിൻ്റെ വലിയ പ്രീതി ഇവരുടെ മേളിൽ തുറന്നു വരട്ടെ. ഞാനത് വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജനം അനുഗ്രഹിക്കപ്പെടട്ടെ, വിടുതലിലേക്ക് വരട്ടെ. ഇന്നു മുതൽ ഇവരെ നിരാശ മാറട്ടെ, ഇവരെ കണ്ണുനീര് മാറട്ടെ, ഇവരെ വിലാപം നൃത്തമാകുന്നതിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യാണ്. ഒരു ഭയങ്കര ദൈവപ്രവൃത്തി ഇവരുടെ മേളിൽ വെളിപ്പെട്ടതിനായി സ്തോത്രം. ആമേൻ, ആമേൻ. ഈ പ്രഭാത സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെങ്കിൽ നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഫേസ്ബുക്കിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യുകയും ചെയ്യണമെന്ന് ഓർമ്മിക്കുന്നു. അതേപോലെ പ്രിയരെ, നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ യൂട്യൂബ് ലിങ്കുകൾ നിങ്ങൾ വാട്സാപ്പിൽ ഒരു സ്നേഹിതനും കൂടെ, ഒരു സഹോദരിക്കും കൂടെ നിങ്ങൾ അയച്ചു കൊടുക്കണം. എന്നിട്ട് അവരോട് പറയണം, ഇതെനിക്ക് അനുഗ്രഹമാണ്, നിങ്ങൾ കാണണം. അങ്ങനെ ഒരു മെസ്സേജ് കൂടെ അയച്ചാൽ അവരുടെ ജീവിതം പോലും നിങ്ങളാൽ അനുഗ്രഹിക്കപ്പെടാൻ പോവുകയാണ്. കാരണം വചനത്തിന് ഒരു വ്യക്തിയെ അനുഗ്രഹിക്കാൻ കഴിയും. വചനം ദൈവമാണ്. അങ്ങനെ വിശ്വസിക്കുന്നവരോട് ഒരു കാര്യം കൂടെ ഓർപ്പിക്കുന്നു. നമുക്ക് എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ എവിടെ നിന്നാണെങ്കിലും ഈ സൂം ഐഡിക്ക് വേണ്ടി വിളിക്കുക.
അനേകായിരങ്ങൾക്ക് അത് വിടുതലായിട്ടുണ്ട്. കർത്താവ് നിങ്ങളെ അധികത്തിൽ മാനിക്കും. ഗോഡ് ബ്ലസ് യു. ആമേൻ.